അറേ കൊളങ്കര പൂരം കാണാൻ പോട്ടാ ഒരാഴ്ച വരോ എല്ലാ വർഷത്തെ പോലെ ഇപ്രാവശ്യം നല്ല തിരക്ക് തന്നെ കേട്ടോ കൊളങ്കര പൂരത്തിന്. നമ്മൾ പോകുമ്പോൾ 2 ആനകൾ പോകുന്നുണ്ട്. പിന്നെ അകത്തെത്തുമ്പോൾ മേളം തകൃതി നടക്കുന്നുണ്ട്. അവിടെ കരിങ്കാളിയും. നമ്മൾ കൊളങ്കര പാടത്ത് ഈ വിരവേളൊക്കെ കണ്ടിട്ട് നിൽക്കുമ്പോണ്ടല്ലോ ദൂരെ നിന്നൊരു ആഘോഷം കേൾക്കട്ടെ. ആ ഒരു ആർപ്പുളിയൊക്കെ നോക്കുമ്പോ എന്താ നമ്മളെ കിടിലങ്ങളിൽ ഗഡികൾ കൊണ്ടിട്ട് മുതലാ ഒരു 1.5 എൻട്രി. ആരാന്ന് വെച്ചാൽ നമ്മളെ പുതുപ്പള്ളി കേശവൻ. പുതുപ്പള്ളി കേശവനോട് നിൽക്കുമ്പോണ്ടല്ലോ നമുക്ക് മുന്നേ പാർക്കാടിയിൽ കർണ ഉണ്ടാക്കിയ ഒരു ഓളുണ്ടല്ലോ, ആ ഒരു ഓളട്ടെ എനിക്ക് ഫീൽ ചെയ്ത്. ആൾക്കാരൊക്കെ മൊത്തം അതിലേക്കായി ശ്രദ്ധ കേശവന്റെ ഓളിലേക്ക്. കാരണം അതിന്റെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീല്, ആ നെറ്റിപ്പട്ട കേട്ടിട്ട് അതിന്റെ ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. കിടിലംകൊള്ളിക്കാരെന്ന് പറഞ്ഞാൽ ഓരോ ടൈമിലും അവർ സെലക്ട് ചെയ്യുന്ന ആനകളും ഒക്കെ ഒന്ന് വേറിട്ട് നിൽക്കും. ആ ഒരു ക്ഷേത്രത്തില് ഉത്സവത്തില് അവർക്കൊരു പ്രത്യേക ഒരു പേര് എല്ലാ പ്രാവശ്യവും ഉണ്ട്. പ്രാവശ്യം അവർ തന്നെ അത് കൈക്കലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂരപ്പറമ്പിൽ ചിറക്കൽ കാളിദാസ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ പേരറിയാത്ത കുറേ ആനകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് പേരൊന്നും കിട്ടിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേശവനോട് വന്നിട്ടൊരു എൻട്രി ഉണ്ട്, ഒരു നിൽപ്പ്. ആ നിൽപ്പിൽ എല്ലാ ആനകൾക്കും ഉള്ളൊരു ചെക്കണ്ട് വെച്ച്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾ പറയും ആരാണ് ഇപ്രാവശ്യത്തെ പൂരം തൂക്കിയെന്നുള്ളത്, കിള്ളംകൊള്ളിയാണോ അതോ വേറെ കമ്മിറ്റിക്കാരാണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക. ഈ ഒരു നിൽപ്പുണ്ടല്ലോ ഒരു 1.5 നിൽപ്പായി. എന്തായാലും ഇപ്രാവശ്യത്തെ പൂരം തകർത്തു, കിടുക്കി, കസറി. അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ പൂരവും വിശേഷങ്ങളായിട്ട് കാണാം. ബൈ.